വിശ്വാസം കൊണ്ടല്ലേ അവിടെ നിന്ന് ഇവിടം വരെ വരണം അല്ലേ? വിശ്വാസം ഇല്ലാതെ അവിടെ നിന്ന് ഇവിടം വരെ വരാൻ പറ്റുമോ? കുഞ്ഞിൻ്റെ അഡ്മിഷന് വേണ്ടിയായിരുന്നു മെഡിസിന്. ശരിയായി. 4 കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. അതിൽ 3 കാര്യം നടന്നിട്ടുണ്ട്. നമസ്കാരം. ഗോവാക്കുന്ന് ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൻ്റെ ഭക്തജനങ്ങളുടെ തിരക്കുണ്ട്. അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും സാധിക്കുന്നുണ്ട്. വരുന്ന പൂജകൾ ചെയ്യുന്നവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ട് ഭഗവാൻ. ഒരു തടസ്സവും ഇല്ലാതെ 7 ഗുരുതി പൂജ, 7 ലക്ഷ്മി പൂജ, ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്ത് അതിൻ്റേതായ രീതിയിൽ എല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ജനങ്ങൾ ഒരുപാട് വെളി രാജ്യങ്ങളിൽ നിന്ന് തന്നെ വന്ന് പൂജകൾ ചെയ്യുന്നു. ഞാൻ അമേരിക്ക സഹിതം അന്ന് കണ്ടോ അവിടെ ഇരിപ്പുണ്ടവർ എല്ലാം വന്ന് പൂജകൾ അവർക്കെല്ലാം അതിൻ്റേതായ അഭിവൃദ്ധി ഐശ്വര്യം ഉണ്ടാകുന്നുണ്ട്. കേരളത്തിലല്ല ഇന്ത്യക്കകത്ത് തന്നെ ഏക ക്ഷേത്രമാണ് ലക്ഷ്മീനാരായണ ക്ഷേത്രം. ഗോവാക്കുന്ന് ലക്ഷ്മീനാരായണ ക്ഷേത്രം ഈ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും അർദ്ധനാരീശ്വരം പോലെ ഇരിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം. കേരളത്തിലല്ല ഭൂമിയിൽ തന്നെ അപൂർവമാണ്. ലക്ഷ്മീനാരായണ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും അർദ്ധനാരീശ്വരം പോലെ ഇരിക്കുന്ന ക്ഷേത്രം വേറെ ഭൂമിയിലില്ല. ആണ് ഭഗവാൻ നല്ല ചൈതന്യത്തിലാണ്. ആർക്ക് വിളിച്ചാൽ വിളി കേൾക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. എല്ലാം പ്രധാന പൂജ നെയ്വിളക്ക്, പാൽപ്പായസം, തുളസിമാല, 7 തുളസിമാല ഭഗവാന്റെ പ്രധാന. പിന്നെ സന്താനങ്ങളില്ലാതെ സന്താനങ്ങൾ ഉണ്ടാകുന്നവർക്ക് 7 തുളസിമാല, ഒരു നെയ്വിളക്ക്, പാൽപ്പായസം കൊടുക്കുക. പിന്നെ ഒരു പാട്ട എണ്ണ, 1 കിലോ നെയ്യ് വെച്ച് ഭഗവാന് പ്രദർശനം ചെയ്ത് പൂജ ചെയ്യാം. 3 മാസത്തിന് സന്താനത്തിന്. അങ്ങനെ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവസ്ഥരുണ്ട്. പാരിപ്പള്ളിയിൽ നിന്ന് പടിഞ്ഞാറോട്ടവും ഗ്യാസ് പ്ലാന്റിന് സമീപം വവ്വാക്കുന്ന് ലക്ഷ്മീനാരായണ ക്ഷേത്രം. വവ്വാക്കുന്നാണ് ഈ സ്ഥലപ്പേര്. ലക്ഷ്മീനാരായണ മഹാവിഷ്ണു മഹാലക്ഷ്മി ഇരിക്കുന്ന ഏക ക്ഷേത്രം എന്ന് തന്നെ പറയാം. ഈ പ്രതിഷ്ഠ വേറെ എങ്ങും ഇല്ല. ഭൂമിയിലെ വേറെ കാണാനില്ല. നമസ്കാരം. സുനിത, USA. ഇവിടെ പുല്ലാട്, പത്തനംതിട്ട. ഇന്ന് രണ്ടാമതായിട്ടാണ് വരുന്നത്, രണ്ടാമത്തെ ദിവസം. കൊച്ചിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് വന്നേ. എല്ലാം സാധിച്ചു. കുഞ്ഞിൻ്റെ അഡ്മിഷന് വേണ്ടിയായിരുന്നു മെഡിസിന്. ശരിയായി. സന്തോഷമാണ്. വിശ്വാസം ഒത്തിരിയുണ്ട്. എൻ്റെ പൂജ ഇന്നലെ ആക്ച്വലി ഇന്നുകൊണ്ടെല്ലാം തീരും. സന്തോഷമായിട്ട് മടങ്ങി. നല്ലൊരമ്പലം, വിശ്വാസം, എല്ലാം വിശ്വാസമാണ്. വിശ്വസിച്ച് വിളിച്ചാൽ വിളി കേൾക്കുന്നതാണ്. ഞാൻ ഇനിയും വരുമ്പോൾ എല്ലാവരും കൂടി ആയിരിക്കും വരുന്നത്. നമസ്കാരം. വിജയലക്ഷ്മി, ചെങ്ങന്നൂർ. നമ്മൾ ഫോണിലൂടെ അറിഞ്ഞാണ്. രണ്ടാമത്തെ പ്രാവശ്യം. കുഴപ്പമില്ല, നല്ല ഒരു ഇതാണെന്ന് തോന്നുന്നു. മനസ്സിനൊരു സന്തോഷം. എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, നടക്കുമെന്ന് തന്നെ വിശ്വാസമുണ്ട്. നമസ്കാരം.
എൻ്റെ പേര് ശിവരാജൻ, പാറശാലയിൽ നിന്ന്. അതെ, ഫേസ്ബുക്ക് വഴിയൊക്കെ കണ്ട് വന്നതാണ്. ഇത് 8ാമത്തെ പ്രാവശ്യമാണ്. അതും 4 കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. അതിൽ 3 കാര്യം നടന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം നടക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും വന്നത്. വിശ്വാസമാണ്. നമസ്കാരം. എൻ്റെ പേര് മാരിയപ്പൻ. ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്. കോട്ടയം. സ്വന്തം സ്ഥലം തിരുനെൽവേലി. ഇവിടെ ഫേസ്ബുക്ക് കൂടി ഇങ്ങനെ സ്റ്റാറ്റസ് വന്നായിരുന്നു, അങ്ങനെ അറിഞ്ഞ് വന്നതാണ്. ആദ്യമായിട്ടാണ് വന്നത്. വന്നപ്പം വലിയ കുഴപ്പമില്ല. നല്ല ഒരു ഇതൊന്നും നമുക്ക് പെട്ടെന്നൊന്നും പറയാൻ നോക്കുകയല്ലേ. നമ്മൾ വന്ന് കയറി ഒരു 1/2 മണിക്കൂർ ആയതേ ഉള്ളൂ. പക്ഷേ വലിയ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. വിശ്വാസം കൊണ്ടല്ലേ അവിടെ നിന്ന് ഇവിടം വരെ വരുന്നത്, അല്ലേ? വിശ്വാസം ഇല്ലാതെ അവിടെ നിന്ന് ഇവിടം വരെ വരാൻ പറ്റുമോ? സാധിക്കട്ടെ. ഓക്കെ. ശാന്തകുമാരിയമ്മ. ആദ്യമായിട്ടാണ് വരുന്നത്. അതെ, കോയിള പാവുമ്പ അമ്പലത്തിൻ്റെ പാരിപ്പള്ളിയല്ല, കൊല്ലം കഴിഞ്ഞ് കോയിള വരണം. അത് ഫേസ്ബുക്കിൽ അമ്പലം കുഴപ്പമില്ല. പിള്ളേരുണ്ട്, അവർ പൂജ നടത്തുന്നു. ശ്വസിച്ചല്ലേ വന്നത്. നമസ്കാരം. തുളസീധരൻ. ഞാൻ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് നെല്ലിക്ക് വന്നിരുന്നു. അല്ല, ഞാൻ ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമായിരുന്നു. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യം. 7 പ്രാവശ്യം നടന്നു. ഇനി 4 പ്രാവശ്യമുണ്ട്. എല്ലാം വിശ്വാസം. ഞാൻ ഇതുപോലെ ചാനലിൽ കണ്ടിട്ട് വന്നതാണ്. അതിനുശേഷമാണ് വന്നത്. ഇവിടെ ആൾക്കാരെയും പിന്നെ ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ കണ്ടപ്പം വിശ്വാസമുണ്ട്. ആ വിശ്വാസം രക്ഷിക്കുമെന്നുള്ള വിശ്വാസം മുന്നോട്ട് പോകും. നടക്കട്ടെ. എൻ്റെ പേര് വിമല. കോട്ടയം. അല്ല, ഇന്നിപ്പോൾ 7ാമത്തെ. ഉണ്ട്. മാറ്റങ്ങളെന്ന് വെച്ചാൽ എനിക്ക് ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഏകദേശം മാറി കിട്ടി. അതെ, വിശ്വാസമുണ്ട്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് താണ്ഡവൻ. കരിക്കോട്. അല്ല, 3ാമത്തെ ട്രിപ്പാണ് വരുന്നത്. വന്നിട്ട് ഒരു ചെറിയ മാറ്റമാണ്. 3ാമത്തെ പൂജയായി ഇന്ന്. ഇപ്പോൾ 7 വഴി ഉണ്ട്, ബാക്കിക്ക് വരണം. വന്നതിൽ മാറ്റമുണ്ട്. വിശ്വാസമാണ്. ഇല്ല, അത് യൂട്യൂബ് വിസ്മയ ചാനലിനെ നിന്ന് കണ്ടതാണ്. വിശ്വാസമാണ്, നല്ല വിശ്വാസമാണ്. എൻ്റെ പേര് മോഹനൻ. തിരുവനന്തപുരത്ത് പേട്ടയിൽ നിന്ന്. ആദ്യമായിട്ടാണ് കാണുന്നത്. നെറ്റ് ഫേസ്ബുക്ക് കണ്ടത്. ഫേസ്ബുക്ക് കണ്ടു. വഴി അർച്ചനയൊക്കെ ചെയ്തിട്ടുണ്ട്. വിശ്വാസമാണ്. നമസ്കാരം. രാധാമണി. അല്ല, 6ാമത്തെ പ്രാവശ്യമാണ്. യൂട്യൂബിൽ കണ്ടതാണ്. ഒരു മാറ്റമൊക്കെ ഉണ്ട്. സന്തോഷമുണ്ട്. മനസ്സിനൊരു സന്തോഷം. ഞാൻ നടന്നില്ല, നടക്കണം. വിശ്വാസമാണ്.